കേരളത്തിൽ നിന്നുള്ള ഒരു സിസ്റ്റർ നമ്മുടെ ഒപ്പം ഇപ്പൊ ഇവിടെ ചേരുന്നുണ്ട്. ഈ സിസ്റ്റർ ഈ ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് പൂവർ എന്ന് പറഞ്ഞ കോൺവെന്റിലെ സിസ്റ്റർ ആണ്. മാർപ്പാപ്പ വന്നപ്പോ മാർപ്പാപ്പയ്ക്ക് കൈ കൊടുക്കാനും സംസാരിക്കുവാനും സിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നു. അമ്മ ഞാനിവിടെ വന്നിട്ട് 30 കൊല്ലായി. ഞങ്ങള് വയസ്സായ പാവപ്പെട്ടവരെ നോക്കുന്നതാണ് ഞങ്ങളുടെ സേവനം. ഇവിടെ വന്നിട്ട് 30 കൊല്ലായി. ഇപ്പൊ മാർപ്പാപ്പയെ കണ്ടുള്ള അനുഭവം ഒന്ന് പങ്കുവെക്കാവോ പ്രേക്ഷകരുമായിട്ട്? മാർപ്പാപ്പയെ കൊണ്ട് കാത്തിരുന്ന് ഇപ്പൊ വന്നു, സന്തോഷായി. പിന്നെ നമ്മുടെ ചൊവ്വന്നൂരത്തെ ഒരു ഊക്കൻ അച്ഛൻ, ഞാൻ ചെറുപ്പത്തിലെ അമ്മയോട് പറഞ്ഞതാ നിന്റെ മോളൊരു കന്യാസ്ത്രീയാവുന്നു. അപ്പൊ ആ ഊക്കൻ അച്ഛൻ പുണ്യാളനാവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്നത്തെ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു സിസ്റ്ററിന്റെ മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ടോ? മാർപ്പാപ്പനെ കണ്ട് എന്തെന്നാ പറയാ, കാത്തിരുന്ന് എല്ലാവരും ഇവിടെ വന്നു. ഞങ്ങൾക്കൊരു നല്ലൊരു അതിനു വേണ്ടിയിട്ട് ഞാൻ ദൈവത്തോട് നന്ദി പറയാ. എന്നെ ദൈവത്തിന്റെ സേവനത്തിനായ അച്ഛത്തിന് നന്ദി പറയുന്നു. ഏതായാലും സിസ്റ്റർ വളരെ എക്സൈറ്റഡ് ആണ്. ഈ ദിവസങ്ങളിൽ കാത്തിരുന്നത് പോലെ മാർപ്പാപ്പയെ കാണുവാനും കൈകൾ മുത്തുവാനും ആശീർവാദം സ്വീകരിക്കുവാനും സിസ്റ്ററിനും ഇവിടെയുള്ള വന്ന എല്ലാവർക്കും തന്നെ സാധിച്ചു. അതിന്റെ സന്തോഷത്തിലാണ് അവർ. ഞാനിപ്പോ 30 കൊല്ലായി. സിസ്റ്റർ കേരളത്തിൽ എവിടെയാണ്? ഞാന് തൃശ്ശൂര്. ഒരു പാട്ടുകാരൻ അൽഫോൺസ് ഉണ്ട്. അൽഫോൺസ് കൊറേ പാട്ടൊക്കെ എഴുതി. ഇപ്പൊ അവിടെ അവൻ എന്റെ സ്വന്തപ്പെട്ട കുട്ടിയാണ്. അതെ, പാട്ടുകാരനായ അൽഫോൺസിന്റെ ബന്ധത്തിൽപ്പെട്ടതാണ് സിസ്റ്റർ എന്നാണ് പറയുന്നത്. നമുക്ക് ഇവിടുത്തെ മദറിന്റെ അടുത്തേക്ക് പോകാം. മദർ എവിടെയുണ്ട്? മദർ പറഞ്ഞു കാലത്ത് ഈ നിമിഷങ്ങളിൽ ഗുഡ്നസ് ടെലിവിഷന് വേണ്ടി ഈ ലിറ്റിൽ പുവർ സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലെ സിസ്റ്റേഴ്സ് ഓഫ് ദി പുവർ കോൺവെന്റിലെ മദർ നമ്മളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ്. മാർപ്പാപ്പയെ നേരിട്ട് കാണുകയും കൈ കൊടുക്കുകയും ഒക്കെ ചെയ്ത സിസ്റ്ററാണ്. ഇപ്പോൾ സിസ്റ്റർ സംസാരിക്കും. ഞങ്ങക്ക് വളരെ സന്തോഷമായി. ഇത്രയും വലിയൊരു അനുഗ്രഹം ഞങ്ങക്ക് ദൈവം തന്നേനെ. അതും ഇത്ര അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റി, കൈമുത്താൻ പറ്റി, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാൻ പറ്റി. അതൊക്കെ ദൈവത്തിന് നന്ദി. ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും സിസ്റ്റർ പറഞ്ഞതുപോലെ പ്രേക്ഷകർ മാത്രമല്ല എല്ലാവരും പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. കാരണം നിങ്ങൾ ചെയ്യുന്ന സുലിതാണെന്ന് ലയോ 14 മാർപ്പാപ്പ പ്രത്യേകം ഇന്ന് എടുത്തു പറയുകയുണ്ടായി. പ്രത്യേകിച്ച് പാവങ്ങളിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് എല്ലാവർക്കും ഒരു സഹോദരിയായിട്ട് മാറുക എന്നാണ് പ്രത്യേകം മാർപ്പാപ്പ എടുത്തു പറഞ്ഞത്. ഏതായാലും എല്ലാവരും സന്തോഷവാന്മാരാണ്. ഇവിടെ കാണാവുന്നത് പോലെ എല്ലാവരും പിരിഞ്ഞു പോകാതെ തന്നെ ഇവിടെ കാത്തിരിക്കുകയാണ്, സന്തോഷങ്ങൾ പരസ്പരം പങ്കിട്ടുകൊണ്ട്.